മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ വർഷം 8th സ്റ്റാൻഡേർഡിൽ ഈക്വൽ ട്രയാങ്കിൾസ് പഠിച്ചു. എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ്? ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആംഗിൾസും 3 സൈഡ്സും ഒരു ട്രയാങ്കിളിൻ്റെ മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഈ 3 ആംഗിൾസിനോടും 3 സൈഡ്സിനോടും ഈക്വൽ ആവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിളിന് 6 പാർട്സ് ആണുള്ളത്, അത് നമുക്കറിയാം. 3 ആംഗിൾസ് 3 സൈഡ്സ്. സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിന് ഈക്വൽ ആവുമ്പോൾ അതിനെ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത 3 പാർട്സ്, ദാറ്റ് മീൻസ് 3 സൈഡ്സ് എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. 3 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ സൈഡ്സ് എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സിമിലർ ട്രയാങ്കിൾസ് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈക്വൽ ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട്. എന്താ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം, 2 ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആ 2 ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും 3 സൈഡ്സും ഈക്വൽ ആയിട്ട് വന്നാൽ ഈ ട്രയാങ്കിളിനെയാണ് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അതായത് ഒരു ട്രയാങ്കിളിന് 6 പാർട്സ് ഉണ്ട്. 1 2 3 4 5 6 ഇങ്ങനെ 6 പാർട്സ് ആണുള്ളത്. 3 ആംഗിൾസും 3 സൈഡ്സും. ഈ 3 ആംഗിൾസും 3 സൈഡ്സും മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിനും 3 സൈഡ്സിനും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിളിനെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. നമുക്കിവിടെ പഠിക്കേണ്ടത് ഈക്വൽ ട്രയാങ്കിൾസ് അല്ല, സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്, അതായത് സർവ്വസമ ത്രികോണങ്ങൾ. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഇവിടെ ഈ 2 ട്രയാങ്കിൾ, അപ്പോൾ ഈ ട്രയാങ്കിളിന് 3 ആംഗിൾ ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്, ഇതൊരു 60 ഡിഗ്രി, ഇതൊരു 30 ഡിഗ്രിയാണ്. ഈ ട്രയാങ്കിൾ 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ ട്രയാങ്കിളിനെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇത് ഫിഗർ വലുതാണ്, ഇതിൻ്റെ ലെങ്ത്ത് നോക്കൂ, ഇതിൻ്റെ ലെങ്ത്ത് നോക്കൂ, അല്ലേ? ലെങ്ത്ത് ഡിഫറെൻറ്റാണ്. എന്നാൽ ഈ 2 ട്രയാങ്കിളിനെ നമുക്ക് പറയാം സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാം. കാരണം എന്താ? ഇതിൻ്റെ 3 പാർട്സ് ഈക്വൽ ആണ് ഇതിൻ്റെ 3 പാർട്സിന്. ഏതൊക്കെ 3 പാർട്സാണ്? 30 60 90 എന്ന് പറയുന്ന 3 ആംഗിൾസ് ഈ ട്രയാങ്കിളുടെ 3 ആംഗിൾസിന് ഈക്വൽ ആണ്. അതിനാണ് സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ 6 പാർട്സ് ഈക്വൽ ആണെങ്കിൽ അതിന് പറയുന്നത് എന്താണ്? കോൺഗ്രുവൻറ്റ് അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ്. 3 പാർട്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പേര് പറയാം? സിമിലർ ട്രയാങ്കിൾസ്. അങ്ങനെ സിമിലർ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ സൈഡ്സ് എല്ലായ്പ്പോഴും പ്രപ്പോർഷണൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെന്നും 60ക്ക് ഓപ്പോസിറ്റ് √3 ആണെന്നും 90ക്ക് ഓപ്പോസിറ്റ് 2 ആണെന്നും പഠിച്ചു. അങ്ങനെയാണെങ്കിൽ അന്ന് പറഞ്ഞത് എന്താ? ഇതിൻ്റെ സൈഡും 1 ആണ്, ഇത് √3 ആണ്, 2 ആണ്. സൈഡ്സിൻ്റെ റേഷ്യോ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതുപോലെ പറഞ്ഞാൽ ഏത് 2 ട്രയാങ്കിളും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ട്രയാങ്കിൾ എടുക്കാം. ഏത് 2 ട്രയാങ്കിളും നമുക്ക് ആംഗിൾ ഇത് എക്സ് ആണ്, അപ്പോൾ ഈ ആംഗിൾ എക്സ് ആണ്, ഇത് വൈ ആണ്, അപ്പോൾ ഈ ആംഗിൾ വൈ ആണെങ്കിൽ ഇത് ഇസഡ് ആണെങ്കിൽ ദീസ് 2 ട്രയാങ്കിൾസ് ആർ സിമിലർ എന്ന് പറയാം. അതായത് എ ബി സി. ഇവിടെ എന്ത് വന്നു? പി ക്യു ആർ. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസും നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി സി, എ ബി സി, ഈ ആംഗിളിനാണ് ഈക്വൽ. അപ്പോൾ എക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ പി ആണ്, ബിക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ക്യൂ ആണ്, സിക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ആർ ആണ്. അപ്പോൾ ഈ 2 ട്രയാങ്കിളും നമുക്ക് എന്താ പറയാം? സിമിലർ എന്നുള്ളതിനൊരു സിമ്പിൾ കൊടുക്കാം. അപ്പോൾ ഇങ്ങനൊരു സിമ്പിൾ കൊടുത്താൽ ഈ 2 ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ 2 ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ്, ഇപ്പം എനിക്കിത് 3 4 5 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 6 തന്നു. ഈ 2 സൈഡ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ 3/6 1/2 ആണ്. ദാറ്റ് മീൻസ് 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ കിട്ടി. അപ്പോൾ 4 × 2 ഇവിടെ 8 വരും. അതുപോലെ 2ൻ്റെ ഇതാണ്, അപ്പോൾ ഇവിടെ 10 വരും. അപ്പോൾ ഈ സൈഡ്സിൻ്റെ റേഷ്യോ നമുക്കവിടെ കിട്ടി. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? AB/PQ
ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഈക്വൽ ടു എ സി ബൈ പി ആർ. ഓക്കെ, അപ്പോൾ സൈഡ്സ് എല്ലാം ഓരോ ആംഗിളിന് ഓപ്പോസിറ്റ്, എക്സിന് ഓപ്പോസിറ്റ് ഉള്ളത് ഏതാണ്? 4. അപ്പോൾ ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ഉള്ളത് ഏതാണ്? 8. അപ്പോൾ ഇവിടുന്ന് വരുന്നത് 4/8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷ്യോ 1/2 ആണ്. ആ റേഷ്യോ തന്നെയായിരിക്കും, നോക്കിക്കോളൂ, എല്ലാത്തിൻ്റെയും റേഷ്യോ. ഇസഡിന് ഓപ്പോസിറ്റ് ഉള്ളത് 10, ഇവിടുത്തെ ഇസഡിന് ഓപ്പോസിറ്റ് ഉള്ളത് 5. അപ്പോൾ 5/10 അതും 1/2. ഇനി ഇത് നോക്കൂ, 3/6 അതും 1/2. ഓരോ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് പരസ്പരം പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇതാ ഇങ്ങനെ എഴുതാൻ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? എ ബി ബൈ പി ക്യു ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഈക്വൽ ടു എ സി ബൈ പി ആർ. അപ്പോൾ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയാം. പേജ് നമ്പർ 100-ലെ പ്രാക്ടീസ് പ്രോബ്ലം ആണ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the perpendicular from the square corner of a right triangle cut the opposite side into two parts 2 and 3 centimeters length. Prove that the two small right triangles cut by the perpendicular have the same angles. Next question, taking the length of the perpendicular as h, prove that h by 2 equal to 3/h. Next question, calculate the perpendicular sides of the large triangle. Next question, prove that if the perpendicular from the square corner of a right triangle divide the opposite side into parts of length a and b, if the length of the perpendicular is h, then h square equal to ab. എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിരിക്കുകയാണ്. ഈ റൈറ്റ് ട്രയാങ്കിളിൽ സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ വേർട്ടെക്സിൽ നിന്നും എ ബി എന്ന് പറയുന്ന ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു തന്നിട്ടുണ്ട്, വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വലിയ റൈറ്റ് ട്രയാങ്കിളിനെ 2 പാർട്ടുകളായിട്ട്, 2 ചെറിയ റൈറ്റ് ട്രയാങ്കിളായിട്ട് സി ഡി സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, നമ്മളോട് ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എ സി ഡി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ എ സി ഡി, ഈ ട്രയാങ്കിൾ ബി സി ഡി എന്ന് പറയുന്ന ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിളിലും സിമിലർ ആയിട്ടുള്ള, അതായത് സെയിം ആയിട്ടുള്ള ആംഗിൾസ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിളിലും ഈ വലിയ റൈറ്റ് ട്രയാങ്കിളിലും ആംഗിൾസ് എല്ലാം സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? എ ബി സി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു. ഈ ട്രയാങ്കിളിൽ ഇത് 90 ഡിഗ്രിയാണ്, ഇത് എക്സ് ആണെങ്കിൽ ഇത് 90 - x ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് എക്സ് ആണെങ്കിൽ ഇത് 90 - x ആണ്. അപ്പോൾ ഞാനിവിടെ എടുക്കുകയാണ്, ആംഗിൾ എ ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ആംഗിൾ ബി ദറ്റ് ഈസ് ഈക്വൽ ടു 90 - x. കാരണം ആംഗിൾ സി എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾറെഡി 90 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൺസിഡർ ദിസ് ട്രയാങ്കിൾ. കൺസിഡർ ദ ട്രയാങ്കിൾ എ സി ഡി. നമുക്കറിയാം ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ആണ്, ഈ ട്രയാങ്കിളിൽ ആംഗിൾ ഡി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും വരിക? കാരണം ഇത് 90 ആണെങ്കിൽ ഇത് എക്സും ആണെങ്കിൽ ഇത് 90 - x ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ സി ഡി ദറ്റ് ഈസ് ഈക്വൽ ടു 90 - x. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് എന്താ? ഒന്ന് എക്സ്, ഒന്ന് 90, ഒന്ന് 90 - x. ഇനി ഈ വലിയ റൈറ്റ് ട്രയാങ്കിൾ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഈ വലിയ റൈറ്റ് ട്രയാങ്കിൾ, ഇതിൻ്റെ ഉള്ളിൽ നോക്കി ഒരെണ്ണം നമുക്കറിയാം, അതായത് ഏത് ട്രയാങ്കിളാണ്? ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ദ ട്രയാങ്കിൾ സി ബി ഡി. ഇപ്പോൾ ഇതിൽ ആംഗിൾ ഡി, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അതിൽ ആംഗിൾ ഡി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇവിടെ തന്നിട്ടുണ്ട് ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 90 - x ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എത്രയാണ്? നമുക്കറിയാം ഈ ഒരു ആംഗിൾ 90 ആണെങ്കിൽ ഈ 2 ആംഗിളും കൂടി ആഡ് ചെയ്താൽ 90 കിട്ടണം. അപ്പോൾ ഇതെന്താണ്? 90 - x. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി സി ബി, ആംഗിൾ ഡി സി ബി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? എക്സ്. എങ്ങനെ എക്സ് വരുന്നത്? 90 - 90 - x. ഓക്കെ, അതായത് 90 - 90 + x ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ ഈ ആംഗിൾ എത്ര കിട്ടി? എക്സ്. ഈ ആംഗിൾ എത്രയാണ് കിട്ടിയത്? 90 - x നമുക്ക് കിട്ടി.
ഓക്കെ, അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ട്രയാങ്കിളിലും ആംഗിൾസ് എല്ലാം സെയിം ആണെന്ന്. നോക്കൂ, ACD എന്ന് പറയുന്ന ട്രയാങ്കിളുടെ ആംഗിൾ എക്സ് ആണ്, 90 ആണ്, 90 - x ആണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കൂ, ഈ ട്രയാങ്കിളിലെ എക്സ് ആണ്, 90 - x ആണ്, 90 ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലും ആംഗിൾസ് എല്ലാം സെയിം ആംഗിൾസ് ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയോ? സെക്കൻഡ് പാർട്ട് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതിന് എച്ച് കൊടുക്കാൻ. CD എന്ന് പറയുന്നത് എച്ച് ആണെങ്കിൽ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുകയാണ് h/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/h എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതിൽ നമുക്ക് തന്നിട്ടുണ്ട് ഈ CD എന്ന് പറയുന്ന ഈ പെർപെൻഡിക്കുലർ ഈ ബേസിനെ കട്ട് ചെയ്യുന്നത് ഇത് 2 ആയിട്ടും ഇത് 3 ആയിട്ടുമാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്ത് 2ഉം ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്ത് 3ഉം ആണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾ ഇപ്പോൾ നമ്മൾ എടുത്തില്ലേ, ഈ രണ്ട് ട്രയാങ്കിൾ, ഇതിൻ്റെ ഏതൊക്കെ ആംഗിൾസ് ആണ് നോക്കൂ. ഈ ആംഗിൾ എക്സ് ഇത് ഈക്വൽ ആണ്, ഈ ആംഗിളിനാണ് ഇത് ഈക്വൽ. അപ്പോൾ ഞാൻ എടുക്കുകയാണ് കൺസിഡർ ദ ട്രയാങ്കിൾ ACD ആൻഡ് ദ ട്രയാങ്കിൾ BCD. ഇതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾ A ദറ്റ് ഈസ് ഈക്വൽ ടു ഈ ട്രയാങ്കിളിലെ ഈ A എന്ന് പറയുന്ന ആംഗിൾ ഈ ട്രയാങ്കിളിലെ C എന്ന് പറയുന്ന ആംഗിളിനാണ് ഈക്വൽ. സെക്കൻഡ് പോയിന്റ് നോക്കൂ, ഇത് 90 - x, ഇത് 90 - x ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ആംഗിൾ C, ഇതിൻ്റെ ഉള്ളിൽ ആംഗിൾ C എന്ന് പറഞ്ഞാൽ ACD ദറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നിന്ന് എന്താ വന്നത്? ആംഗിൾ Bക്ക് ഈക്വൽ ആണ്. ഇത് ഈ ആംഗിളോ ആംഗിൾ ADC ദറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ BDC ദറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പം ഈ രണ്ട് ട്രയാങ്കിളിലെയും 3 ആംഗിൾസും ഈക്വലായി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ തിയറം എന്താ പറയുന്നത്? ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിലെ 3 ആംഗിൾസിനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് സിമിലാരിറ്റി എഴുതുന്നത്? ഇവിടുന്ന് ADC സിമിലർ ടു ട്രയാങ്കിൾ എക്ക് ഈക്വലൻ്റ് ആയത് ഏതാണ്? CDB. കണ്ടോ, സിമിലാരിറ്റി എഴുതുന്നത് മനസ്സിലായില്ലേ? അതായത് ADC ആണെങ്കിൽ എക്ക് ഈക്വലൻ്റ് ആയത് C ആണ്, CDB. ഇഫ് 2 triangles ആർ സിമിലർ സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ നമ്മൾ പഠിച്ചു. സിമിലർ ആവുന്നത് എപ്പോഴാണ്? സൈഡ്സ് പ്രൊപ്പോർഷണലായി. സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ഈക്വൽ ആവുകയും ചെയ്യും. ഇവിടെ തന്നിരിക്കുന്നത് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്. എങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി എഴുതുന്നത്? AD ബൈ, കണ്ടോ, ഈ രണ്ടെണ്ണം ആദ്യം എടുക്കുക, ബൈ CD ദറ്റ് ഈസ് ഈക്വൽ ടു DC ബൈ DB ദറ്റ് ഈസ് ഈക്വൽ ടു AC ബൈ ഇത് രണ്ടും BC. ഇങ്ങനെ ഓർഡറിൽ എഴുതാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് അറിയുമോ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ അറിയുന്നത് എന്താ? AD 2 നമുക്കറിയാം. AD എന്താണ്? 2 ആണ് എന്നറിയാം. ഓക്കെ, CDO CDH. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു DC നോക്കൂ, DCH. CD DC സെയിം തന്നെയാണ്, അതും H. BD അല്ലെങ്കിൽ DB 3. ഓക്കെ, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. H/2 ദറ്റ് ഈസ് ഈക്വൽ ടു 3/h. അതായത് സിമിലാരിറ്റി പ്രൂവ് ചെയ്തിട്ട് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? ഈ സെക്കൻഡ് പ്രൂഫ് അവിടെ കിട്ടി. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ കൂടെ തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞേക്കാണ് ഈ വലിയ റൈറ്റ് ട്രയാങ്കിളിൻ്റെ 2 പെർപെൻഡിക്കുലേഴ്സാണ് ഇത് അല്ലേ? ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, 90 ഇവിടെയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് പെർപെൻഡിക്കുലർ. ഈ 2 ലെങ്ത്തും ഫൈൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ 2 ലെങ്ത്തും ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇത് 2 ആണെന്നറിയാം, ഇത് നമുക്ക് H ആണെന്നറിയാം. അപ്പോൾ ഞാൻ ഈ റിസൾട്ടിൽ നിന്നും ഞാനൊരു കാര്യം എടുക്കുകയാണ്. ഈ റിസൾട്ടിൽ നിന്നും ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 3 ദറ്റ് ഈസ് ഈക്വൽ ടു H². അതായത് H ദറ്റ് ഈസ് ഈക്വൽ ടു √6. അങ്ങനെയാണെങ്കിൽ H കിട്ടിയില്ലേ? H കിട്ടി. അപ്പോൾ ഈ ചെറിയ റൈറ്റ് ട്രയാങ്കിളിൽ നോക്കി, നമുക്ക് ബേസ് അറിയാം, ഓൾട്ടിറ്റ്യൂഡ് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ വിഷമമുണ്ടോ? എന്താ ഹൈപ്പോട്ടന്യൂസ്? AC² ദറ്റ് ഈസ് ഈക്വൽ ടു AD² പ്ലസ്
CD സ്ക്വയർ. AC സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ്. AD സ്ക്വയർ 2 ആണെന്ന് അവർ തന്നിട്ടുണ്ട്, അപ്പോൾ 4. ഇനി CD സ്ക്വയർ എന്ന് വെച്ചാൽ H ആണ്. Hൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ √6ൻ്റെ സ്ക്വയർ 6 ആണ്. അതായത് AC ദാറ്റ് ഈസ് ഈക്വൽ ടു √10. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? AC എന്ന് വെച്ചാൽ √10 ആണ്. ഇനി അതേപോലെ ഈ പെർപെൻഡിക്കുലർ BC കണ്ടുപിടിക്കണം. നമുക്ക് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് എഴുതാം? BC സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു CD സ്ക്വയർ പ്ലസ് BD സ്ക്വയർ. അപ്പോൾ BC സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു CD സ്ക്വയർ, അതായത് Hൻ്റെ സ്ക്വയർ. H എന്ന് പറഞ്ഞാൽ √6, അതായത് 6. BD സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്ത് 3. 3യുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 9. അപ്പോൾ BC ദാറ്റ് ഈസ് ഈക്വൽ ടു √15. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റിനും നമ്മൾ ആൻസർ ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈ 2 ട്രയാങ്കിളിലും ആംഗിൾസ് എല്ലാം സെയിം ആണ്, പ്രൂവ് ചെയ്തു. പിന്നെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. പിന്നെ 2 ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ H സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു AB എന്ന് പ്രൂവ് ചെയ്യാനാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇവിടെ H സ്ക്വയർ, H ഇതാണ്. എയും ബിയും ആയിട്ട് അവരെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനെയാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് A ഇത് B. അപ്പോൾ ഇതിനെ A ഇതിനെ B എന്ന് ഞാൻ എടുത്താൽ നമുക്കൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ റിസൾട്ട് എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പ്രൊപ്പോർഷണാലിറ്റി പ്രൂവ് ചെയ്തപ്പോൾ വന്ന റിസൾട്ടാണത്. അപ്പോൾ ഈ റിസൾട്ട് ഉണ്ടല്ലോ, ഇതിന് A എന്നും ഇതിന് B എന്നുമാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇതുവരെ പ്രൂവ് ചെയ്യുക, സെയിം പ്രൂഫ് തന്നെയാണ്. ഈ സെയിം പ്രൂഫിൻ്റെ ഉള്ളിൽ ഇവിടെ ADയുടെ സ്ഥലത്ത് ഞാൻ എന്ത് കൊടുക്കുന്നു? A കൊടുക്കുന്നു. A/H ദാറ്റ് ഈസ് ഈക്വൽ ടു, കണ്ടോ, H/B എന്ന് കൊടുത്താൽ നിങ്ങൾ നോക്കൂ, H സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു AB ആയില്ലേ? അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയില്ലേ? എല്ലാം ഒന്നിനെ ബേസ് ചെയ്ത് മാത്രമാണ്. ഈ 2 റൈറ്റ് ട്രയാങ്കിളും സിമിലർ ആണ്. എപ്പോഴാണ് സിമിലർ ആയത്? ഈ 3 ആംഗിൾസും ഈക്വൽ ആയപ്പോൾ ഈ 2 റൈറ്റ് ട്രയാങ്കിളും സിമിലറായി. ഓക്കെ, അപ്പോൾ നമുക്ക് 4 പ്രൂഫും നമുക്ക് കിട്ടി. അറ്റ് 2 ends of a horizontal line, angles of equal size are drawn and 2 points on the slanted lines are joined. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, prove that the parts of the horizontal line and parts of the slanted line are in the same ratio. Second one, prove that 2 slanted lines at the end of the horizontal line are also in the same ratio. Third question, explain how a line of length 6 centimeters can be divided in the ratio 3:4 using this. ഓക്കെ, നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതാ ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ തന്നിട്ടുണ്ട്. ഈ ഹൊറിസോണ്ടൽ ലൈനാണ് AB. ഇതിനെ ഇങ്ങനെ ഒരു ചെരിഞ്ഞ രേഖ അല്ലേ, ഇങ്ങനെ സ്ലാൻറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ. ഇപ്പോൾ CD ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പ്രൂഫ് 3 പ്രൂഫാണുള്ളത്. അതിൽ ഫസ്റ്റ് പ്രൂഫ് ഈ കണ്ടോ, ഇതിലിങ്ങനെ റേഷ്യോ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ റേഷ്യോസും സെയിം ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അവർ തന്നിരിക്കുന്ന ഒരു പോയിന്റ് ഇവിടെ നിന്ന് വരച്ചിരിക്കുന്ന ഈ ആംഗിളും തന്നിട്ടുണ്ട്, ഈക്വൽ ആണ് എന്ന് ഗിവൺ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞാൻ പ്രൂവ് ചെയ്യുകയാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിൻ്റെ റേഷ്യോസ് സെയിം ആണെന്ന്. അപ്പോൾ ഞാൻ ഈ ട്രയാങ്കിൾ ഇവിടെ ഞാൻ O എന്ന് നെയിം ചെയ്തു. O എന്ന് നെയിം ചെയ്താൽ ഇവിടെ AOC കൺസിഡർ ട്രയാങ്കിൾ AOC ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഓക്കെ, അതുപോലെ ആൻഡ് ട്രയാങ്കിൾ OBD, ഈ 2 ട്രയാങ്കിളുമാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഫസ്റ്റ് കണ്ടീഷൻ തന്നേക്കുന്നത് എന്താ? ആംഗിൾ A ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ B ഗിവൺ ആണ്. ഇത് ഗിവൺ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്താണ്? സെക്കൻഡ് ആംഗിൾ വരുന്നത് ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന്. കണ്ടോ, ഈ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഈ ആംഗിൾസിന് പറയുന്ന പേരാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇനി ഈ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. ഇങ്ങനെ അഡ്ജസൻ്റ് ആംഗിൾസ് ആണെങ്കിൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഈ ഒരു പോയിൻ്റാണ് രണ്ടാമത് എഴുതേണ്ടത്. ആംഗിൾ AOC ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ DOB, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് റീസൺ. ഈ ട്രയാങ്കിളിൻ്റെ ഈ 2 ആംഗിളും ഈക്വലാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഈ 2 ആംഗിൾ എന്നുണ്ടെങ്കിൽ നമുക്കറിയാം കറസ്പോണ്ടിങ് ഈ ആംഗിൾസും ഈക്വൽ ആയിരിക്കും.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. ഈ ആംഗിളും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആംഗിൾ ഫൈൻഡ് ചെയ്യാൻ ഒരു വിഷമമില്ല. ആ സെയിം ആംഗിൾ തന്നെയായിരിക്കും ഈ ആംഗിളും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് എഴുതാം. കാരണം ഇത് രണ്ടും ഒരേ ആംഗിളിലാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻസ് പാരലൽ ലൈൻസ് ആണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നാൽ ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, ഇത് പാരലൽ ലൈൻസ് ആണെന്ന് പറയാം നമുക്ക്. ഈ ആംഗിൾ എ സി ഈസ് പാരലൽ ടു ബി ഡി. അങ്ങനെയാണെങ്കിൽ ഇതൊരു ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുത്തു നോക്കൂ, ഓൾട്ടർനേറ്റ് ആംഗിൾസാണ്. ഓക്കെ, ഇനി നേരെ തിരിച്ച് എ സി ഈസ് പാരലൽ ടു ബി ഡി, ഇതിനെ ഒരു ട്രാൻസ്വേഴ്സൽ ആയിട്ട് എടുത്തു നോക്കൂ. ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ നമുക്ക് പറയാം. അപ്പോൾ ആംഗിൾ സി ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദീസ് ടു ട്രയാങ്കിൾസ് നമുക്ക് എന്താണെന്ന് എഴുതാം? സിമിലർ ആണെന്ന് എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ഒ സി ഈ സിമിലർ ടു, എക്ക് ഈക്വലൻ്റ് ആയത് ഏതാണെന്ന് തന്നെ നോക്കണം അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ ബി ഒ ഡിക്ക് സിമിലർ ആണ്. അപ്പോൾ ഈ ടു ട്രയാങ്കിൾ സിമിലർ ആണെങ്കിലോ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് എഴുതണം. അപ്പോൾ എ ഒ ബൈ ബി ഒ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒ സി ബൈ ഒ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു എ സി ബൈ ബി ഡി. ഇതാണ് സിമിലാരിറ്റി. അപ്പോൾ സിമിലാരിറ്റി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സിമിലാരിറ്റി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞേക്കണ ഈ ഹൊറിസോണ്ടൽ ലൈനെ ഈ സ്ലാൻഡഡ് ലൈനും ഇത് രണ്ടും പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഫസ്റ്റ് പാർട്ട്. ഓൾറെഡി നോക്കൂ, എ ഒ ബൈ ബി ഒ കണ്ടോ, ഇത് ലൈനും ഇതും പ്രൊപ്പോർഷണൽ അല്ലേ? എ ഒ ബൈ ബി ഒ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒ സി ബൈ ഒ ഡി, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൂഫ്. ഇത് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി ഇതിൻ്റെ ഉള്ളിൽ സെക്കൻഡ് പ്രൂഫ് എന്താണെന്നറിയോ? സെക്കൻഡ് പ്രൂഫ് ഇതിന് പ്രൊപ്പോർഷണൽ ആണ് ഇതെന്ന്, അതായത് ഈ ലൈനിന് പ്രൊപ്പോർഷണൽ ആണ് ഇതെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ഇത് 3/2 ആണെങ്കിൽ ഇതും 3/2 ആണെന്നാണ് നമ്മളിപ്പോൾ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ ഇതും പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓൾറെഡി ഞാൻ ഇതാ എഴുതി വെച്ചു. അതായത് ഒരൊറ്റ പോയിന്റ് നിങ്ങൾ ഓർത്താൽ മതി, ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ, സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ എന്ന് ഓർക്കുക. അപ്പോൾ സൈഡ്സ് എങ്ങനെയാണ് പ്രൊപ്പോർഷണൽ എഴുതണേ? എ ഒ ബി ഒ, പിന്നെ ഒ സി ഒ ഡി കണ്ടോ, എ സി ബി ഡി ഇതേപോലെ എഴുതി. അപ്പോൾ നമുക്ക് എന്താണ്? എ ഒ ബൈ ബി ഒക്ക് ഈക്വൽ ആണ് എ സി ബൈ ബി ഡി. ഇപ്പോൾ ഇത് 3/2 ആണെങ്കിൽ ഇതും 3/2 ആയിരിക്കും. അതാണ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ തേർഡ് പാർട്ട് എന്താ പറയുന്നത്? അപ്പോൾ തേർഡ് പാർട്ട് പറയുന്നത് എ ബി 6 സെൻറ്റിമീറ്റർ ആയിട്ട് എ ബി എടുക്കണം. ഓക്കെ, അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആയിട്ട് എ ബി ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഏകദേശം 6 സെൻറ്റിമീറ്റർ എടുത്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ 3:4 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇവിടെ നിന്നും നമുക്ക് നേരത്തെ വരച്ച ഫിഗറിൽ നോക്കി നമുക്കറിയാം ഇതും എന്താണ്? സെയിം ആംഗിൾ എന്ന് ഗിവണാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു സെയിം ആംഗിളായിട്ട് കണ്ടോ ഇവിടെ ഞാൻ എടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു 50 ഡിഗ്രി ഞാനിവിടെ എടുത്തു. അപ്പോൾ ഇവിടെയും 50 ഡിഗ്രി എടുക്കുക. കണ്ടോ, ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 50 ഡിഗ്രി മെഷർ എടുത്തു. അവിടെ എടുത്തത് എന്താണോ അത് തന്നെ വേണം ഇവിടെ. ദാറ്റ് മീൻസ് അത് ഗിവണാണ്. ദാറ്റ് മീൻസ് നമുക്കത് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ ഇതിനെ 50 എടുത്തു. ഞാൻ എന്ത് ചെയ്തു? ആ ഒരു ലൈൻ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നും ഈ ഒരു ലൈൻ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് 3 ആവാനായിട്ട് ഇനി എന്ത് ചെയ്യണം? 3:4 ആണല്ലോ നമുക്ക് റേഷ്യോയിൽ കട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3:4 എന്ന റേഷ്യോയിൽ സ്കെയിലിൽ 3 ഇവിടെ എടുത്ത് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കോമ്പസ് എടുത്തിട്ട് സ്കെയിലിൽ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കണം. ഇത്രയും 3 പോർഷൻ. ഇനി ഇവിടെ നിന്ന് കറക്റ്റ് 4 എടുത്തിട്ട് 4 ഞാനിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇത് ഈ 3ഉം 4ഉം തമ്മിലുള്ള ഈ ലൈനിനെ, ഈ പോയിന്റുകൾ അങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഈ പോയിന്റിനെ അങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഇത് എ ബി, ഇത് ഒ. ഇവിടെ സി എന്ന് പറയുന്ന എ സി ഒ ട്രയാങ്കിളും ഇവിടെ ബി ഒ ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും നമുക്കറിയാം പ്രൊപ്പോർഷണൽ ആയിരിക്കും. ശരിയല്ലേ? എന്തുകൊണ്ടാണ് പ്രൊപ്പോർഷണൽ ആവണേ? ഇത് ഗിവൺ ആയിട്ട് നമ്മളെടുത്ത ആംഗിളാണ്. ഓക്കെ, ഇത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും സെയിം ആയിരിക്കും. ഈ കോൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 3:4 എന്ന റേഷ്യോയിലാണ് കണ്ടോ, ഇത് 3 ലെങ്ത്തും ഇത് 4 ലെങ്ത്തും ആണെങ്കിൽ
അപ്പോൾ ഇത് 3/4 ആണ്. നമുക്ക് കിട്ടുന്നത് എന്താണ്? AC/BD എന്ന് പറയുന്നത് 3/4 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വന്നാൽ ഇതും കണ്ടോ, ഇതിൻ്റെ റേഷ്യോ സെയിം ആണെങ്കിൽ ഇനി CO/OD എന്ന് പറയുന്ന ലെങ്ത്തിൻ്റെ റേഷ്യോയും 3/4 ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഇത് ലെങ്ത്ത് വ്യത്യാസം വരും അല്ലേ, ഇതിൻ്റെ ലെങ്ത്ത് വ്യത്യാസം വരും, പക്ഷേ റേഷ്യോ കട്ട് ചെയ്ത് പോയി 3/4 ആയിരിക്കും. അതുപോലെ AO/OB എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 3/4 ആയിരിക്കും. നമുക്കറിയാം ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണ്? 6. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3/4 ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ AO എന്ന് പറയുന്ന ലെങ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇതാ കണ്ടോ, ടോട്ടൽ നമുക്കറിയാം ഇവിടെ 7 പോർഷനാണ്. 7 പോർഷനിൽ 3 പാർട്സ് ആണ് ഇത്. ഏതിൻ്റെ? 6ൻ്റെ. അങ്ങനെയല്ലേ? അതായത് 6 എന്ന് പറയുന്ന ലെങ്ത്തിനെ എന്ത് ചെയ്തു? 7 പാർട്സ് ആക്കി കഴിഞ്ഞാൽ അതിൽ 3 പാർട്സ്. അപ്പോൾ ഈ കാൽക്കുലേഷൻ നമുക്ക് ചെയ്താൽ ഇവിടെ കട്ട് ചെയ്ത് എന്താ വരുന്നത്? 18/7 എന്നുകൊണ്ടുള്ളത് ഡിവിഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് AOയുടെ ലെങ്ത്ത് കിട്ടി. അതുപോലെ BOയുടെ ലെങ്ത്ത് കിട്ടണമെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? 4/7 × 6 എന്ന് ചെയ്യാം. അപ്പോൾ 4/7 എന്ന് വെച്ചാൽ 24/7. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും കിട്ടി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. ഇതിൻ്റെ ഈ ഫിഗറിലെ, അതായത് നമുക്ക് പ്രൂവ് ചെയ്യാൻ തന്നിരിക്കുന്ന ഈ ഫിഗറിലെ കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ 2 പ്രോബ്ലംസ് കഴിഞ്ഞു. ഞാൻ ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും. വേറെ ഒന്നും കൊണ്ടുമല്ല ഞാൻ അങ്ങനെ ചെയ്തത്. എൻ്റെ കാലിന് ചെറുതായിട്ടൊന്നൊരു ഫ്രാക്ചറായി. അപ്പോൾ എനിക്ക് ഇരുന്നേ എടുക്കാൻ പറ്റുള്ളൂ ക്ലാസ്, നിന്ന് ക്ലാസ് എടുക്കാൻ പറ്റില്ല. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് അത് മുടങ്ങണ്ട എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ ഇരുന്നെടുത്തത്. നിങ്ങൾക്കതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരു കമൻറ്റായിട്ട് നിങ്ങൾ എഴുതുക. ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളതും കമൻറ്റായിട്ട് തന്നെ എഴുതിക്കോളൂ. ഞാനെൻ്റെ പരമാവധി മുടക്കം വരുത്താതെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു.